എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ കവറുകളൊക്കെ ഉണ്ടാവില്ലേ, ഈ തുണി പോലെ ഇരിക്കുന്ന ബാഗുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ടൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഇത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത് ആയാലും മതി, കുറച്ച് കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിതാ എല്ലാം അത് എടുത്തിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, നീളത്തിലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരേ വീതിയിലാണ് കേട്ടോ. അതിനുശേഷം എന്താ ഇതിനെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മടക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ. അപ്പോൾ അതാ അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മടക്കിയത് എന്തിനാണെന്ന് മനസ്സിലായോ? കട്ട് ചെയ്യാൻ ഈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മടക്കി കൊടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലും കൂടെ പറയാം കേട്ടോ. അപ്പോൾ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അതാ ഇതെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞ് കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. എത്ര ചെറുതായി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അത്രയും ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അതൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ലെവലാക്കിയാൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ അതിനെ നിവർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കട്ടുള്ള ഒരു റിബൺ പോലെ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ നിവർത്തി കൊടുത്തതിന് ശേഷം ഇനി അടുത്ത പണി എന്താണെന്നല്ലേ, വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പോൾ നമുക്ക് പണിയും കുറച്ച് എളുപ്പമാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു സമയം നമുക്ക് പോകില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ ഒരു പേപ്പർ ട്യൂബ് എടുത്തിട്ടുണ്ട്, അതായത് പേപ്പർ റോൾ ചെയ്ത് നമ്മൾ ട്യൂബ് ഉണ്ടാക്കില്ലേ, അതേപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് നമ്മുടെ ആ ഒരു റിബൺ പോലെ ഉണ്ടാക്കിയില്ലേ, അത് നമ്മളിങ്ങനെ അപ്പുറത്തെ സൈഡ് റിമൂവ് ചെയ്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് ചുറ്റി കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെ വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ക്യാരി ബാഗ് ഇപ്പോൾ ഒരുപാട് നാട്ടിൽ അവൈലബിൾ ആണല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് നമ്മളിങ്ങനെ ചുറ്റി എടുക്കുക, അടുത്തടുത്ത് ചുറ്റിയെടുക്കുക. നമ്മളത് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ചുറ്റിയെടുത്ത് ആവശ്യത്തിനുള്ളത് എത്തി കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അതിന് താഴെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ പേപ്പറിൻ്റെ, അത് നമ്മൾ കട്ട് ചെയ്തൊന്നും കളയരുത് കേട്ടോ. അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഗ്രീൻ ടേപ്പ്, അതായത് ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് അതിനെങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഗ്രീൻ കളറ് പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അതായത് നമ്മുടെ ഒരു സ്റ്റെമ്മിൻ്റെ കളർ വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പ് ഗ്രീൻ കളറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ഗ്ലൂ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള സംഭവം എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ഫുൾ ഗ്രീൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു ലീഫും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലീഫ് ഒന്നുമില്ല, ജസ്റ്റ് പേപ്പർ തന്നെ കട്ട് ചെയ്തിട്ട് അതിലങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലവർ വേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടമായതെന്നും ഇഷ്ടമാവാത്തതെന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.